നമ്മൾ ഈ പറഞ്ഞതുപോലെ സർക്കാർ സ്കൂളിലെ ഭക്ഷണ മെനു പരിഷ്കരിച്ചതോടെ പ്രതിസന്ധിയിലാണ് പല സ്കൂളുകളിലെയും അധ്യാപകർ. സർക്കാർ നിർദ്ദേശിക്കുന്ന മെനുവിന് ഇപ്പോൾ ലഭിക്കുന്ന പണം തികയാറില്ല എന്ന് പല ജില്ലകളിൽ നിന്നും അധ്യാപകർ പറയുകയാണ്. അധികം ആവശ്യമായി വരുന്ന തുക അധ്യാപകരുടെ കയ്യിൽ നിന്നാണ് നൽകുന്നത്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അത് പ്രധാനപ്പെട്ടതാണ്. 100-ൽ താഴെ വിദ്യാർത്ഥികളുടെ സ്കൂളാണ് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. തങ്ങൾ നേരിടുന്ന ദുരവസ്ഥ അധ്യാപകർ തന്നെ തുറന്നു പറയുന്നത് കേൾക്കൂ. സർക്കാർ പറയുന്ന മെനുവിന് പ്രകാരം നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മുൻപ് 6 രൂപ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് സംഭവിക്കുന്നത്. മുൻപ് എത്രയും 6 രൂപയായിരുന്നല്ലോ. അതെ അതെ. അപ്പം പിന്നെ കുറച്ച് പൈസ കൂടും. അത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അധ്യാപകർ അഡ്ജസ്റ്റ് ചെയ്യും, എക്സാം അഡ്ജസ്റ്റ് ചെയ്യും. എന്തായാലും പ്രീ പ്രൈമറി നമ്മുടെ ലിസ്റ്റിലില്ല. അങ്ങനെ 4-5 പിള്ളേരുണ്ടാവും. അതിന് ഇവിടെ 20 പേര് പ്രസന്റ് ആണോ പ്രീ പ്രൈമറിയിൽ? അവർ ലിസ്റ്റിലുള്ളവരല്ല, അവരുടെ പൈസയും കിട്ടൂല. ഞങ്ങളുടെ പിള്ളേർ 59 അവിടെ 20 കുട്ടികളാകുമ്പോൾ 20 മേടിക്കണം. ആ കുട്ടികൾക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ചെറിയ മക്കളല്ലേ, പാലാണെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ? അവരെവിടെയും നമുക്ക് കാണിക്കാനും പറ്റില്ല. കുട്ടികൾക്ക് നമ്മളെല്ലാം കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ വിഭവങ്ങൾ ഒരുത്തിയതുകൊണ്ട് അധ്യാപകർ വലിയ ബുദ്ധിമുട്ടില്ല. ഉറപ്പ് 100%. ചെറിയ സ്കൂളുകളിൽ പ്രത്യേകിച്ചും. പിന്നെ പാലിന് സർക്കാർ തരുന്നത് 52 രൂപ. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ. ദീപക്, പല അധ്യാപകർക്കും അവർ നേരിടുന്ന പ്രശ്നം ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പറയാൻ തന്നെ പരിമിതികളുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. 100% അധ്യാപകർ പ്രശ്നത്തിലാണെന്നാണ് അവർ പറയുന്നത്. ഈ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. മാത്രമല്ല 100-ൽ താഴെ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണല്ലേ. ഇതിപ്പോൾ ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ഉണ്ട് ഈ മെനുവിൽ. അതിനൊക്കെ ഈ എക്സ്ട്രാ കാശ് അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഷ്നി, നിലവിൽ ഈ നല്ല ഭക്ഷണം, അതായത് പോഷക സമൃദ്ധമായ വൈവിധ്യമാർന്ന ഭക്ഷണം നൽകുന്നതിൽ അധ്യാപകർക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ മെനു പ്രകാരമുള്ള വ്യത്യസ്ത ഭക്ഷണം ഒരുക്കുവാൻ ഇപ്പോൾ കിട്ടുന്ന ഫണ്ട് മതിയാകുന്നില്ലെന്നാണ് അധ്യാപകർ പറയുന്നത്. മാത്രമല്ല ഇലക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ അധ്യാപകർ പലരുടെയും സഹായം തേടുകയാണ്. പക്ഷേ ഇത് എത്ര നാൾ ഇത്തരത്തിൽ സഹായം തേടും എന്നുള്ളൊരു ആശങ്ക അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഒരു വർഷം മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത മെനു പ്രകാരമുള്ള ഭക്ഷണം നൽകേണ്ടി വരുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവ്. അതായത് പലരും സ്വന്തം കയ്യിൽ നിന്നൊക്കെ പണം ചിലവാക്കിയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത മെനുവിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരുക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അധ്യാപകർ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രധാനമായി പറയുന്നത് പാലിൻ്റെ കാര്യത്തിലാണ്. അതായത് 52 രൂപയ്ക്കാണ് സ്കൂളുകളിൽ പാൽ അധ്യാപകർക്ക് ലഭിക്കുന്നത്. പക്ഷേ മിൽമയ്ക്ക് സ്കൂളുകളിൽ നിന്ന് നൽകേണ്ടത് 56 രൂപയാണ്. അതായത് 1 ലിറ്റർ പാലിന് 4 രൂപ ഒരു സ്കൂളിൽ മുടക്കേണ്ടി വരും. മാത്രമല്ല 100 കുട്ടികളൊക്കെയുള്ള സ്കൂളിൽ കുറഞ്ഞത് ഒരു ദിവസത്തേക്ക് പാലിന് വേണ്ടി മാത്രം തന്നെ 60 രൂപ മുടക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ വ്യത്യസ്ത ഭക്ഷണത്തിൻ്റെ മെനു വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ആശങ്കയിലായിരിക്കുന്നത്. 2000 രൂപ മുതലൊക്കെ ഓരോ മാസവും അധ്യാപകർ ഇതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കേണ്ടതായുണ്ട്. അഡ്വാൻസ് എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിൽ മാറ്റിവെച്ചാണ് അധ്യാപകർ സ്കൂളുകൾ മെനു ഒരുക്കുന്നത്. മാത്രമല്ല ചില കറികളിലൊക്കെ നേരിയ തരത്തിലൊക്കെ വ്യത്യാസം വരുത്തി ഒക്കെയാണ് അധ്യാപകർ ഈ ഭക്ഷണം, അതായത് വ്യത്യസ്ത മെനു ഉള്ള ഭക്ഷണം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റോഷ്നി.